ഞാനിവിടെ ഒരു കഥ പറയാൻ പോവുകയാണ്. ഇരുതോണിയിൽ കാൽ വയ്ക്കരുത്. ഒരു കാട്ടിൽ ചിക്കുക്കുറുക്കനും തത്തമ്മ പെണ്ണും ഒരു വവ്വാലും നല്ല കൂട്ടുകാരായിരുന്നു. അവർ മൂവരും വളരെ സന്തോഷത്തോടെയാണ് കഴിഞ്ഞിരുന്നത്. അങ്ങനെയിരിക്കെ ഒരിക്കലൊരു കാട്ടിൽ വരൾച്ച പിടിപെട്ടു. മഴയില്ലാതായപ്പോൾ വൃക്ഷങ്ങളെല്ലാം കരിഞ്ഞു തുടങ്ങി. ഭക്ഷണവും വെള്ളവും കിട്ടാതെ മൃഗങ്ങളും പക്ഷികളും വളരെയേറെ വിഷമിച്ചു. അങ്ങനെയിരിക്കുമ്പോൾ അല്പം ആഹാരത്തിന് വേണ്ടി പോലും അവർ പരസ്പരം ആക്രമിക്കാൻ തുടങ്ങി. മൃഗങ്ങൾ ഒരു ഭാഗത്തും പക്ഷികൾ മറുഭാഗത്തും അക്രമങ്ങൾ തുടങ്ങി. പക്ഷികൾ മുകളിലുള്ള ഭക്ഷണം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നും മൃഗങ്ങൾ താഴെയുള്ള ഭക്ഷണം മാത്രമേ കഴിക്കാവൂ എന്നും തീരുമാനമായി. ഈ സമയം രണ്ടിനും ചേരാതെ ഒരാൾ മാറി നിൽക്കുന്നുണ്ടായിരുന്നു. ആരാണത്? വവ്വാല്. വവ്വാൽ എന്നിട്ട് പക്ഷികളുടെ അടുത്തെത്തിയിട്ട് വവ്വാൽ പറഞ്ഞു, എനിക്ക് നിങ്ങളെപ്പോലെ പറക്കാനുള്ള കഴിവുണ്ട്. കൂടാതെ ഞാൻ മരങ്ങളിലാണ് വസിക്കുന്നത്. അതിനാൽ എന്നെ നിങ്ങളുടെ കൂടെ കൂട്ടണം എന്ന് പറഞ്ഞു. അങ്ങനെ വവ്വാല് പക്ഷികളോടൊപ്പം മരത്തിന്റെ മുകളിലുള്ള ഭക്ഷണങ്ങളെല്ലാം കഴിച്ചങ്ങനെ ജീവിച്ചു. എന്നിട്ട് അവരറിയാതെ മൃഗങ്ങളുടെ അടുത്ത് പോയി പറഞ്ഞു, നോക്കൂ, എനിക്ക് മൃഗങ്ങളുടെ മുഖമാണ്. കൂടാതെ ഞാൻ മൃഗങ്ങളെപ്പോലെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ ഞാനൊരു മൃഗമാണ്. എന്നെ നിങ്ങളോടൊപ്പം ചേർക്കണം. അവരത് വിശ്വസിച്ച് അവരോ മൃഗങ്ങളുടെ കൂടെ ചേർത്തി. അങ്ങനെ വവ്വാല് മൃഗങ്ങളോടൊപ്പം താഴെയുള്ള ഭക്ഷണവും കഴിക്കാൻ തുടങ്ങി. പക്ഷേ വവ്വാലിന്റെ കള്ളത്തരം അധികകാലം നീണ്ടു നിന്നില്ല. കാര്യമറിഞ്ഞ പക്ഷികൾ വവ്വാലിനെ മരത്തിൽ കയറാൻ അനുവദിച്ചില്ല. മൃഗങ്ങളാകട്ടെ അവയെ താഴെ ഇറങ്ങാനും അനുവദിച്ചില്ല. അന്നു മുതൽ അവ മരത്തിൽ തലകീഴായി തൂങ്ങിക്കിടക്കാനും മൃഗങ്ങളും പക്ഷികളും ഉറങ്ങുന്ന സമയത്ത് ഇര തേടാനും തുടങ്ങി. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഒരേ സമയം രണ്ട് തോണിയിൽ കാൽ വയ്ക്കാൻ പാടില്ല. ഓക്കെ, താങ്ക് യു.